ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴം വെച്ചിട്ടൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയിട്ടെടുക്കാം. അത്ര ഈസിയാണ് കേട്ടോ ഈ ഒരു മിൽക്ക് ഷേക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതേ ഈ ഒരു മാമ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല വലിയ മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള മാമ്പഴം വേണം ഈ ഒരു ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടുക്കാൻ. ഇനി ഇതൊന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ അതേ മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിഞ്ഞ് തുടങ്ങി തോന്നുന്നില്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം നാട്ടിലായിരുന്നു. അപ്പോൾ കുറേ മാമ്പഴം കഴിച്ചു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് മരത്തിൽ പഴുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാമ്പഴമൊക്കെ കഴിക്കാനായിട്ട് പറ്റി. ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ പറ്റുക. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു മാമ്പഴമാണിത്. അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല മധുരത്തിലുള്ള മാമ്പഴം വേണം ഈ ഒരു ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടുക്കാൻ. പിന്നെ നമ്മൾ സീസണിലൊക്കെ കിട്ടുന്ന പഴങ്ങളൊക്കെ കഴിക്കണതൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മാമ്പഴം. അപ്പോൾ മാമ്പഴമൊക്കെ എപ്പോഴും കിട്ടിയാൽ ധാരാളം കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഷുഗറൊക്കെ ഉള്ളവർ മാത്രം ഒന്ന് നോക്കിയിട്ടൊക്കെ ഒന്ന് കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇപ്പോൾ അതേ മാമ്പഴം ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്ന ആ ഒരു ജാറിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത പാല് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള പാല് ചെറുതായിട്ട് ഇങ്ങനെ കട്ടായിട്ടൊക്കെ വരണിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ പാല് വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്നാലാണ് നല്ല തണുപ്പുണ്ടാവുള്ളൂ നമുക്ക് ഈ ഒരു ഷേക്ക് ഉണ്ടാക്കിയിട്ട് കുടിക്കുന്ന സമയത്ത്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബട്ടർ സ്കോച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് വാനില ഐസ്ക്രീമും എടുക്കാവുന്നതാണ്. ചോക്ലേറ്റ് ഐസ്ക്രീം വേണ്ട കേട്ടോ. അതാവുമ്പോൾ ഈ ഒരു ഷേക്കിൻ്റെ ആ ഒരു കളറൊക്കെ മാറിയിട്ട് ചെറിയൊരു കാപ്പി കളറിലാവും കിട്ടുക. അപ്പോൾ ഇത് മാംഗോ ഷേക്കല്ല, അപ്പോൾ ആ ഒരു മഞ്ഞ കളറിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് ഷേക്കാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നല്ല കുറുകിയൊരു ഷേക്കാണ്, നല്ല ടേസ്റ്റാണിത് കുടിക്കാനായിട്ട്. ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഐസ്ക്രീം കൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം മാമ്പഴം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പുതിനയില കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെക്കണമെന്നൊട്ട് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, മാംഗോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്